ഇപ്പോൾ ചലച്ചിത്ര സംവിധായകൻ വിനയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിനയൻ, ഒരുപക്ഷെ നമുക്ക് മലയാള സിനിമയ്ക്ക് ഏറ്റവും നഷ്ടം അല്ലെങ്കിൽ എന്ന് പറയാവുന്നൊരു വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിടയിൽ നടന്നൊരു നടൻ കൂടി നമുക്ക് നഷ്ടമായി. തീർച്ചയായിട്ടും ഒരു ഞെട്ടലോടുകൂടിയാണ്. ശ്രീനിവാസന് സുഖമില്ല എന്നുള്ളതൊക്കെ നമുക്കറിയായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്നൊരു വേർപാടുണ്ടാവുമെന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. കാരണം പല സദസ്സുകളിലും ഞാൻ കണ്ടപ്പോഴും ഒക്കെ ചിരിച്ചുകൊണ്ട് ആ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ അസുഖമൊക്കെ മാറി ശ്രീനിവാസൻ നേരെയാകും, തിരിച്ചു വരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ശ്രീനിയോളം ഇത്രയും മലയാള സിനിമയുടെ തിരക്കഥാ മേഖലയിലും അതുപോലെ തന്നെ മലയാള സിനിമയിൽ ആരെയും അവരുടെ മുഖത്ത് നോക്കി വിമർശിക്കാനും നർമ്മത്തിൽ കലർന്ന വാക്കുകളിലൂടെ കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ കഴിയുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീനിവാസന്റെ ഈ വേർപാട് വലിയ പിഴവാണ് മലയാള സിനിമയ്ക്ക്. എനിക്ക് എൻ്റെ 2 സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും 4-5 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീനിവാസനെ കണക്കൊരു വ്യക്തിത്വം മലയാള സിനിമയിൽ ഇല്ലെന്ന് തന്നെ പറയാം. തിരക്കഥയുടെ ഒരു മർമ്മമൊക്കെ സത്യത്തിൽ എൻ്റെ ശിപായിലകള എന്നുള്ള അദ്ദേഹം എനിക്ക് എഴുതുന്ന ചിത്രത്തിൽ ശ്രീനിവാസന്റെ തിരക്കഥ വായിക്കുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മളൊക്കെ പഠിച്ചത് ശ്രീനിവാസന്റെ തിരക്കഥയുടെ എന്താ പറയുക, ഒരു സിനിമയിൽ എങ്ങനെ ഒരു തിരക്കഥ ആവിഷ്കരിക്കണം, അതിന്റെ മാത്തമാറ്റിക്സ്, അതിന്റെ ഒരു സാഹിത്യ ഭംഗിക്ക് അപ്പുറത്തേക്ക് അതിന്റെ ഒരു കണക്കുകളൊക്കെ ശ്രീനിവാസൻ ചെയ്യുന്ന കണക്ക് വേറൊരു തിരക്കഥാകൃത്ത് ഇല്ല മലയാളത്തില്. അദ്ദേഹത്തിന്റെ വേർപാട് ഒരു ഷോക്ക് തന്നെയാണ്, തീരാ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക്, യാതൊരു സംശയമില്ല. വിനയൻ, ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിനയൻ സംസാരിക്കുകയായിരുന്നു. ശിവായി ലഹള അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. അതിൽ ഉപയോഗിച്ച തിരക്കഥ ശ്രീനിവാസൻ്റെതായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.